പരിവർത്തനം നടത്തി മുസ്ലിം സമുദായം വർഗീയമായി ചിന്തിക്കുന്ന വർഗീയ വിഭജനം നടത്തുന്ന ആളുകളാണെന്ന് പറഞ്ഞ് നാടായ നാട് മുഴുവനും ടൗണായ ടൗണുകൾ മുഴുവനും അങ്ങാടികൾ മുഴുവനും ഇസ്ലാമിന്റെ വിരോധികളായ ആളുകൾ കൊഞ്ഞനം കുത്തുമ്പോ മദ്രസകൾ കേന്ദ്രീകരിച്ച് സമുദായത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഐക്യത്തിന്റെയും സുന്ദരമായ സന്ദേശങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകനായ മുത്തുനബി തങ്ങളോട് വിശുദ്ധമായ ഖുർആൻ എന്താണോ പഠിപ്പിച്ചു തന്നത്, ആശയം എന്താണോ അതാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കുകയാണ് അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്നവരായ ആളുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ അവഗണിക്കരുത്, അവരെ ചീത്ത പറയരുത്, അവർക്ക് മാനുഷിക പരിഗണന കൊടുക്കണം. മുത്തുനബി തങ്ങളും സഹാബികളും ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ഒരു യഹൂദിയായ മനുഷ്യന്റെ ഒരു ജൂതനായ ഒരു മനുഷ്യന്റെ അന്യമതക്കാരനായ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മൃതദേഹം കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കൂടെ നിന്ന സഹാബികൾ ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട പ്രവാചകരെ അങ്ങെന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? ഇതിന്റെ ലോജിക് എന്താണ്? ഇതിന്റെ എവിഡൻസ് എന്താണ്? ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആശയമുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തി സമത്വം പഠിപ്പിക്കാനാണ് സമസ്ത കേരള ജമിയത്തുള്ളത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദം പഠിപ്പിക്കുന്നു, ബുൾഡോസർ ഉപയോഗപ്പെടുത്തി അത്തരം സ്ഥാപനങ്ങളെ തച്ചുടക്കണം എന്ന് പറഞ്ഞ ചില ഭീകര സംഘടനകൾ ഇവിടെ ഉണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഒരാളെയും ഞങ്ങൾ ആക്ഷേപിക്കുകയില്ല, ഒരു ഭാഗത്തെയും ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുകയില്ല. എല്ലാവർക്കും മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ മുത്തുനബി തങ്ങളോട് പറഞ്ഞൊരാശയമുണ്ട്. പ്രിയപ്പെട്ട പ്രവാചകർ, പ്രിയപ്പെട്ട മുഹമ്മദേ, അങ്ങയുടെ കൂടെ ദുർബലരായ പലരുമുണ്ട്, പാവപ്പെട്ടവർ പലരുമുണ്ട്, പ്രയാസപ്പെടുന്നവർ പലരുമുണ്ട്. അവരെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് മടിയുണ്ട്, ഞങ്ങൾക്ക് ലജ്ജയുണ്ട്, ഞങ്ങൾക്ക് നാണമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കൂട്ടത്തിൽപ്പെട്ട ബിലാലിനെയും അതുപോലെ തന്നെ ഉമയ്യത്തിനെ പോലത്തെ പ്രഗത്ഭരായ നീ താങ്ങി നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരെ നിങ്ങൾ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട്, വിശുദ്ധ പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ആശയമുണ്ട്. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഖദാത്തി വല്ലസി യുരീദൂന വജ്ഹു വലാ തഅദു ഇലാക അൻഹും. അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് ക്ഷമിക്കണം, അങ്ങ് മാപ്പാക്കണം, അങ്ങ് പൊറുക്കണം. അങ്ങയുടെ കൂടെ പാവപ്പെട്ടവരായ ആളുകളുണ്ടെന്ന് കരുതി അവരെ മാറ്റി നിർത്തരുത്. രാവിലെയും വൈകുന്നേരവും ദൈവഭക്തിയിലൂടെ ജീവിച്ചു പോകുന്ന ദൈവഭക്തന്മാരാണ് അവർ. ദൈവഭക്തി ഉള്ളവൻ ഒരിക്കലും തീവ്രവാദിയാവുകയില്ല. അവൻ മനുഷ്യത്വ